നമസ്കാരം. കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെതിരെ നീക്കങ്ങൾ സജീവമായി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നിലപാടിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ തരൂരിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. ജയറാം രമേശ് പരസ്യമായി രംഗത്തിറങ്ങിയത് രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹാശിസ്സുകളോടെയാണോ എന്ന സംശയം ഉടലെടുക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. വിദേശത്ത് വെച്ച് പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തി പറഞ്ഞതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും ചൊടിപ്പിച്ചത്. ഇതിനെതിരെ കോൺഗ്രസ് വക്താവിട്ട പോസ്റ്റ് ജയറാം രമേശ് റീട്വീറ്റ് ചെയ്ത് തരൂരിനെ ശരിക്കും ചൊടിപ്പിച്ചിട്ടുണ്ട്. പനാമയിൽ തരൂരിന്റെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസിന്റെ ഉദിത് രാജ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് എം പി ശശി തരൂർ ബി.ജെ.പിയുടെ സൂപ്പർ വക്താവാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ വിമർശനം. പ്രധാനമന്ത്രി മോദിയെയും സർക്കാരിനെയും അനുകൂലിച്ച് ബി.ജെ.പി നേതാക്കൾ പറയാത്തത് തരൂർ പറയുന്നു. മുൻ സർക്കാരുകൾ എന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമോ എന്നും ഉദിത് രാജ് ചോദിച്ചു. സർവകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പേരുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. കേന്ദ്രം നേരിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ടായിരുന്നു. 26 സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചു മാറ്റിയതിന് തിരിച്ചടി നൽകിയതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പനാമയിൽ തരൂർ പറഞ്ഞിരുന്നു. മുംബൈയിലെ ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെ അദ്ദേഹം സൂചിപ്പിച്ചു. ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരതാവളത്തിൽ ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിനിടെ നിയന്ത്രണ രേഖ കടന്നെത്തിയെന്നും തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ഞങ്ങൾ മുമ്പ് ചെയ്യാത്ത ഒന്നായിരുന്നു. കാർഗിൽ യുദ്ധസമയത്ത് പോലും രാജ്യം നിയന്ത്രണ രേഖ കടന്നിട്ടില്ല, തരൂർ ചൂണ്ടിക്കാട്ടി. 2019 ജനുവരിയിൽ നടന്ന പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് സായുധസേന നിയന്ത്രണ രേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും ഭേദിച്ച് ബാലാകോട്ടിലെ ഭീകരരുടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയതായും തരൂർ പറഞ്ഞു. ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഞങ്ങൾ ഈ രണ്ടിൽ നിന്നും കൂടുതൽ മുന്നോട്ട് പോയിരിക്കുന്നു. നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്നുപോയെന്ന് മാത്രമല്ല, ഞങ്ങൾ പാകിസ്ഥാനിലെ പഞ്ചാബി ഹൃദയഭൂമിയിലെ 9 സ്ഥലങ്ങളിലെ ഭീകരതാവളങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, ഭീകര ആസ്ഥാനങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്തിയെന്നും പനാമയിൽ ശശി തരൂർ പറഞ്ഞു. അതേസമയം കോൺഗ്രസ് വിമർശനത്തോട് തരൂർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തനിക്കെതിരായ കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ പ്രസ്താവനയിൽ തരൂരിന് അമർഷമുണ്ട്. പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് തരൂരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ തരൂരിനോട് വിശദീകരണം ചോദിക്കണമെന്നാണ് പാർട്ടിയിലെ ചില നേതാക്കളുടെ ആവശ്യം. ഈ ആവശ്യം തൽക്കാലം ആലോചനയിലില്ലെന്ന് AICC വൃത്തങ്ങൾ പറയുന്നു. ഇതിനിടെ തരൂരിനെ പിന്തുണച്ച് BJP രംഗത്ത് വന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് തരൂരിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് വേണ്ടത്? അവർക്ക് രാജ്യത്തോട് എത്രമാത്രം കരുതലുണ്ട്? ഇന്ത്യൻ എംപിമാർ വിദേശത്ത് പോയി ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കുമെതിരെ സംസാരിക്കണമെന്നാണോ അവർ പറയുന്നത്? രാഷ്ട്രീയ നിരാശയ്ക്ക് പരിധിയുണ്ടെന്നും റിജിജു കുറിച്ചു. അതേസമയം ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് പനാമയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പനാമയുടെ നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ഡാന കാസ്റ്റനേഡ വ്യക്തമാക്കി. ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പാർലമെന്ററി പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കാസ്റ്റനേഡയുടെ ഈ നിർണായക പ്രഖ്യാപനം വന്നത്. ഇതുതന്നെ തരൂരിന്റെ നയചാരുതയുടെ മികവായിട്ടാണ് കണക്കാക്കുന്നത്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പനാമ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ തരൂർ ആവർത്തിച്ചു. പാകിസ്ഥാൻ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭ പട്ടികയിൽപ്പെടുത്തിയ ഭീകര സംഘടനകളെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്നും പനാമയിൽ വെച്ച് ശശി തരൂർ എംപി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോയി പറയൂ എന്നാണ് ഭീകരർ പറഞ്ഞത്. ഭീകരതയ്ക്ക് ഇന്ത്യ എന്തു മറുപടി നൽകുമെന്ന് വ്യക്തമായി എന്നും ശശി തരൂർ എംപി പറഞ്ഞു.